അതായത് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒന്നും ഞാൻ മൂടി വെക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നമ്മള് ഇപ്പൊ സെപ്പറേറ്റ് ആണ്. ഓക്കെ, വി ആർ സെപ്പറേറ്റഡ് ആൻഡ് വി ആർ ഡിവോഴ്സ്ഡ്. ഇപ്പൊ ഞാൻ സിംഗിളാണ്, ഫ്രീ ആണ്. ആരെങ്കിലുണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി? സുമുഖനും സൽസ്വഭാവിയും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ ജിഷിൻ ഫ്രീ ആണ്. നമ്മുടെ ജിഷിൻ വരദ ദമ്പതിമാരെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. സീരിയൽ ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ രണ്ടുപേരും വിവാഹം കഴിച്ചതാണ് അല്ലേ. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവർ ഒരുമിച്ചല്ല താമസം. അത് കാരണമായി ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ അറിയാലോ ഇവിടുത്തെ സോഷ്യൽ മീഡിയയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞവർ മാറി താമസിച്ച് കഴിഞ്ഞാണെങ്കിൽ അവരെ കുറിച്ച് പിന്നെ പറയാത്തതൊന്നും ഉണ്ടാവില്ല. അതും നോക്കി നടക്കാണ് ഇവിടെ ഓൺലൈൻ മീഡിയസ് അല്ലേ. അതിൽ നല്ല രീതിയിൽ കരുവാക്കപ്പെട്ട ദമ്പതിമാരാണ് ഇവർ എന്ന് തന്നെ വേണം പറയാൻ. എന്തിന് കഴിഞ്ഞ 1.5 വർഷത്തോളമായി ജിഷിനും വരദയും തമ്മിൽ വേർപിരിഞ്ഞ് എന്ന ചർച്ചയാണ് ഓൺലൈൻ മീഡിയ മൊത്തം. ഇപ്പോഴും ആ ചർച്ച അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് കോമഡി. പലപ്പോഴും പല ഇന്റർവ്യൂസിലും ഇതുമായി ബന്ധപ്പെട്ട് ജിഷിനോടും വരദയോടും ചോദിക്കുന്ന സമയത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ് പതിവ് അല്ലെ. മുമ്പൊരിക്കലും ഇതിനെക്കുറിച്ച് ചോദിച്ചു ചൊറിഞ്ഞൊരു ഇന്റർവ്യൂ അവർ ജിഷിൻ നോക്കി വിട്ടത് പോലും നമ്മൾ റിയാക്ട് ചെയ്തതാണ്. എന്നിരുന്നാലും ഒരുപാട് ഗോസിപ്പുകൾക്കൊടുവിൽ, ഒരുപാട് ഇരയാക്കപ്പെടലുകൾക്കൊടുവിൽ ജിഷിൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനുമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ഇന്റർവ്യൂലാണ് സംഭവം. ആ ഇന്റർവ്യൂവിനെ കുറിച്ച് പിന്നെ പറയാണ്ട് പോയി, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുവെക്കാം. ചേട്ടാ, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഒരു 2 വർഷം മുമ്പ് ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് വരദയായിട്ടുള്ള ഒരു പ്രശ്നം. അത് ആക്ച്വലി എന്താണ് അത് കാര്യം വെച്ചാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം നിങ്ങൾ നല്ല ജോഡികളായിരുന്നു, നല്ല ജോഡിയായിരുന്നു. പക്ഷേ കുറെ അധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇപ്പൊ എങ്ങും കാണുന്നില്ല, ചേട്ടനും വരദയായിട്ടുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. എന്താ ചേട്ടാ പറയാനുള്ളത്? കാര്യം ചേട്ടനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സത്യത്തിൽ നമ്മളെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് ചകഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അല്ല, എങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം പ്ലീസ്. അല്ല, പറയാൻ പറ്റുന്ന കാര്യം നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടാവുന്ന ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ അത് നീ തന്നെ പറയുന്നത്. ഇപ്പൊ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അത് ചോദിച്ചിട്ട് അത് എന്താണ് കാരണം, എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ചു അറിഞ്ഞിട്ട് ഇപ്പൊ എന്താക്കാനാണ്? അല്ല, എന്താക്കാനാന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ആക്കാനൊന്നുമില്ല. നല്ലൊരു മനസ്സുഖം മറ്റുള്ളവന്റെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന് ഇത്തരം പേഴ്സണൽ പ്രശ്നങ്ങൾ അറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയായാലും സ്വന്തം കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ ആഗ്രഹിക്കാൻ അറിയുന്ന ഒരു ടൈപ്പാണ് മലയാളികൾ എന്ന് പറയുന്നത്. ആ ഒരു ത്വര എപ്പോഴും കൂടുതലാണല്ലോ. സ്വന്തം വീട്ടിലെ കഞ്ഞി വെന്തില്ലെങ്കിലും വേണ്ടില്ല, അപ്പുറത്തെ വീട്ടിലുള്ളവന് കഞ്ഞി വെച്ചിട്ടുണ്ടോ എന്നാണല്ലോ നമ്മൾ നോക്കാം. അപ്പൊ അതുകൊണ്ടുള്ള ഒരു മനസ്സുഖം വേറെ ഒന്നുമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കാരണമല്ല, ഇപ്പം മാറി താമസിക്കുകയാണോ, ഡിവോഴ്സ് ആണോ, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. എന്റെ അല്ലാട്ടെ, എനിക്ക് പേഴ്സണലി എനിക്കറിയാം. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാൻ മറുപടി പറയുന്നേക്കാളും എന്തിനേക്കാളും നമ്മൾ ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ മറുപടി ആയിട്ട് അപ്പുറം എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാള് പറഞ്ഞത് ഇയാളെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ചകഞ്ഞ് നോക്കാൻ വേണ്ടി ഒരു സംഘം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമം നടക്കുന്നുണ്ട്. ഇവർ ഡിവോഴ്സ് ആയോ ഇതായോ. ഇതിപ്പം അതാ ഞാൻ മുമ്പൊരു ഇന്റർവ്യൂ ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഡിവോഴ്സ് ആയാലും ശരി ഇല്ലെങ്കിൽ ശരി, എന്താ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഇപ്പൊ ഡിവോഴ്സ് ആയി തന്നെ വെച്ചോ. ഇപ്പൊ ഞാൻ സിംഗിളാണ്, ഫ്രീ ആണ്. ആരെങ്കിലുണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി? സുമുഖനും സൽസ്വഭാവിയും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ ജിഷിൻ ഫ്രീ ആണ്. ആരെങ്കിലുണ്ടെങ്കിൽ വേമ്പ. എന്തിനാണോ ഇതൊക്കെ ചോദിക്കുന്നത്? ചോദിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അറിയുമ്പോ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നുമില്ല, അത്ര തന്നെ. ഏത് കാലം ഓൺലൈൻ വീഡിയോസ് ജിഷിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ. ജിഷിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാണെങ്കിൽ ഈ ചോദ്യം ഇല്ലാണ്ട് ഒരു ഇന്റർവ്യൂ ഇല്ല എന്നുള്ളതാണ്. വരദന്റെ എന്തായെന്ന് ചോദിച്ചോണ്ടില്ലേ, വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇതിപ്പോ പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് മറുപടി പറയാണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിക്കോട്ടെ. ആ രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് പുള്ളിക്കാരെല്ലാവരും. എന്തായാലും മറുപടി കിട്ടിയല്ലോ. പുള്ളിക്കാരൻ തമാശയിലൂടെ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ജിഷിൻ സിംഗിൾ ആണ്, സുന്ദരനാണ്, സുമുഖനാണ്, സർവോപരി നല്ലൊരു അഭിനേതാവുമാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോളിന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഡിവോഴ്സ് ആയി തന്നെ. അതന്നെ. ഇനിയിപ്പോ ഡിവോഴ്സ് ആയി ഇല്ലെന്ന് അറിയേണ്ട ആൾക്കാർക്ക് അതിനുള്ള മറുപടി കിട്ടിയല്ലോ. എന്തായാലും ഇത് കഴിഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഇപ്പം ചേട്ടാ, അതുപോലെ ഇപ്പം ജീവിതത്തിലെ കാര്യം പറഞ്ഞു, അതെന്തോ ആയിക്കോട്ടെ, ഹാപ്പൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഒരുവിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് സംഭവം. മാറി താമസിക്കുകയാണ്, സെപ്പറേറ്റഡ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒന്നും ഞാൻ മൂടി വെക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അല്ലല്ല, നമ്മള് ഇപ്പൊ സെപ്പറേറ്റ് ആണ്. ഓക്കെ, വി ആർ സെപ്പറേറ്റഡ് ആൻഡ് വി ആർ ഡിവോഴ്സ്ഡ്. ഇപ്പൊ എന്താ, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ വന്നില്ലേ? ഇനി അതിനകത്ത് നമ്മൾ പ്രോബ്ലംസ് അറിയുന്നില്ല, അത് നിങ്ങളുടെ പേഴ്സണൽ ഉള്ള കാര്യങ്ങളാണ്. എങ്കിലും ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ, അതോ മെസ്സേജ് അയക്കാറുണ്ടോ? ഇപ്പൊ ചിലരങ്ങനെ ചെയ്യാറുണ്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. എങ്കിലും ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കോൺടാക്ട് വെക്കാറുണ്ടോ? നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയവരാണ്, അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് വെക്കാറുണ്ടോ ഇപ്പോഴും? എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പോയാടാ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട ചേട്ടാ. അതെ,
ജിഷിന്റെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷനാണ് എനിക്ക് ഇഷ്ടമായത്. എണീച്ച് രണ്ടെണ്ണം കൊടുക്കാനുള്ള ദേഷ്യം ഉണ്ടല്ലേ പുള്ളിക്കാരന്. പക്ഷെ പുള്ളിക്കാരൻ പിടിച്ച് നിൽക്കാണ് ക്ഷമന്റെ അങ്ങേയറ്റം വെച്ചിട്ട്. എന്തൊക്കെയായാലും അവതാരകന്റെ ആ ചോദ്യമാണ് കോമഡി. നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലായി കിടന്നോട്ടെ, അതൊന്നും ചോദിക്കുന്നില്ല. എന്നാലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിലിപ്പോൾ കോൺടാക്ട് ഉണ്ടോ എന്നുള്ളത്. എന്തായാലേ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം ചോദിക്കുന്ന ചോദ്യം എന്താണ്? പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. അവതാരകന്റെ കഴിവുകളൊന്നും നോക്കി ഇതൊക്കെ കേട്ട് ക്ഷമിച്ചിരിക്കുന്ന ജിഷിന് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. ജിഷിൻ ആയതുകൊണ്ടാണ്. ജിഷിന്റെ ഭാഗത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചേനെ. ഒരു സെലിബ്രിറ്റി ആയ എന്തൊക്കെ സഹിക്കണല്ലേ. സ്വന്തം ഡിവോഴ്സിനെ കുറിച്ച് പബ്ലിക്കിൽ ഒന്ന് എക്സ്പ്ലനേഷൻ നൽകേണ്ട ഒരു ഗതികേടാണ്. ഓ എന്തായാലും ബാക്കിയുണ്ടോ നോക്കാം. അത് വേണ്ട. അതിന്റെ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് ഐശ്വര്യ കല്യാണം കഴിച്ചേ? ഐശ്വര്യനെ അത് ഫേസ്ബുക്കിൽ കാണാൻ നിങ്ങൾ ഐശ്വര്യ കല്യാണം കഴിച്ചത് മൊത്തം നിങ്ങൾ ഇപ്പൊ എന്താണ് ഐശ്വര്യ ഞാൻ കല്യാണം കഴിച്ചു, എന്താ ഇപ്പൊ അവൾ എന്റെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചാണ്. അല്ല അതങ്ങോട്ട് പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. ഞാൻ ഐശ്വര്യ കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ദമ്പതികളായിട്ട് പോകുന്നു. അവള് അച്ഛനും ഒക്കെ ആയിട്ടും നല്ല കമ്പനിയാണ്. വീട്ടിലകത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന കുട്ടിയാണ്. പിന്നെ അവളുടെ വീട്ടിൽ പിന്നെ അവളുടെ അച്ഛൻ ഇടക്ക് വരും. ഇടക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ കുറച്ച് റഫായിട്ടൊക്കെ. ഇത് ചങ്ങായി പറയുന്നത് എന്താ അറിയാമോ? സീരിയലേ അല്ല പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് എന്തോ 2 തൊട്ടിൽ കളിയിരിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത് സീരിയലെ കഥാപാത്രത്തെ സോഷ്യൽ മീഡിയയിൽ വന്നു. ശരി, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു കരുതി അതൊക്കെ സത്യമാണെന്നാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വരുന്നത്. 2 സെലിബ്രിറ്റീസ് തമ്മിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വരുന്ന ക്യാപ്ഷൻ എന്താണ്? ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ കഥ എന്ന് പറയുന്നത്. ചിന്തിച്ചാൽ മതി, ജിഷുനും ഐശ്വര്യം തമ്മിൽ ഒരേ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരുമിച്ച് സെൽഫി എടുത്തുന്നിരിക്കും, വീഡിയോ എടുത്തുന്നിരിക്കും, റീൽസ് എടുത്തുന്നിരിക്കും, ചിലപ്പോൾ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോയിന്നിരിക്കും. അതിനൊക്കെ അർത്ഥം പ്രേമം എന്നാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വന്നതെന്ന് കരുതി അങ്ങോട്ട് ചോദിക്കാനേ അല്ലേ? ഇതേമാതിരി മുമ്പ് ഒരിക്കലും വരദന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വരദ പറയുന്നുണ്ടായിരുന്നു തന്നെയും സാധ്യയും സൂര്യൻ ചേർത്ത് കൊണ്ടുണ്ടായ ഗോസിപ്പിനെ കുറിച്ചിട്ട്. അവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള ഗോസിപ്പ് മൊത്തം പറഞ്ഞു, പക്ഷെ അവരറിഞ്ഞില്ല എന്നുള്ളതാണ്. അതേപോലെയാണ് കഥ. എന്തിനാണ് ഒരു ഗോസിപ്പ് കേട്ടെന്ന് കരുതി വീണ്ടും അതിനെ കുറിച്ച് എന്നെ ഇങ്ങനെ ചിക്കി ചെറിഞ്ഞ് ചോദിക്കുന്നത്? വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. എന്തായാലും ഇതിന് ജിഷിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം. അത് നമ്മുടെ ഒന്നിച്ച് നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമ്മള് ചിലപ്പോൾ ഇവരുടെ കൂടെ റീലൊക്കെ ചെയ്യും, റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസ് ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ ലൊക്കേഷനിലുള്ള ആൾക്കാരുടെ കൂടെ അല്ല, അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ട് എല്ലാം എടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ എനിക്ക് ആൾക്ക് ചേട്ടാ റീൽ എടുക്കാം, നമ്മൾ റീൽ എടുക്കും. അപ്പൊ അത് നമ്മൾ അഭിനയിക്കുന്നില്ല. അപ്പൊ ആ അഭിനയത്തിന്റെ ഗുണമല്ലേ അത്? നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ ഉണ്ട് എന്ന് തോന്നുന്നതേ നമ്മളെ അഭിനയത്തിന്റെ ഗുണമല്ലേ. അവള് ഭർത്താവ് നമ്മളെ വാസു ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനി കല്യാണത്തിലൊക്കെ പോയി. കല്യാണത്തിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഭയങ്കര വ്യൂസ് ഉള്ള ഒരു വീഡിയോ. അപ്പൊ കൈപിടിച്ച് ഏൽപ്പിച്ചതാണ് അവനെ. എന്റെ അനിയത്തി കുട്ടിയാണത്. എന്തിനാണ് ഇങ്ങനെ അപവാദം പറയുന്നത്? എന്നോട് ഒരു ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ജിഷ്ണേ കൺഗ്രാറ്റ്സ്. ഞാൻ ചോദിച്ചു കൺഗ്രാറ്റ്സാ, കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞപ്പാ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചേർന്ന് വരുന്ന പോലെ ഈ ഐശ്വര്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു പറഞ്ഞപ്പോൾ കുറേ മെസ്സേജ് വന്നു. ജിഷിൻ വെറുതെ ഒഴിഞ്ഞു, എന്തായാലും ജിഷിൻ രക്ഷപ്പെട്ടു, ജിഷിൻ അതാണ് ചേരുന്നത്, ഐശ്വര്യമാണ് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന് ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തിനു കൊടുക്കണം? ഈ മെസ്സേജ് അയച്ചവനും കമന്റ് ഇട്ടവനും ഇവനെ ചോദിച്ച ഇന്റർവ്യൂവർക്ക് തന്നെ അറിയാം ഇവര് തമ്മിലൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ അങ്ങോട്ട് ചോദിക്കാൻ ഒരു മനസ്സുഖം അല്ലേ? എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് അങ്ങ് പിടിച്ച് കയറാലോ അല്ലെ? അതും വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാലോ. അതിന് വേണ്ടിയുള്ള ഒരു ചൂന്നെടുക്കലാണ് ഇതെല്ലാം. എന്തോന്നേടെ ഇതൊക്കെ എന്താ ഞാനിതിനൊക്കെ പറയാം. എന്തായാലും ഇന്റർവ്യൂവറെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടു. ഇനിയും ഒരുപാട് സെലിബ്രിറ്റീസിന് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു കഴിവ് ഞാൻ ഇന്റർവ്യൂവറിൽ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇന്റർവ്യൂവറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എത്ര ആട്ടും തുപ്പും കേട്ടാലും എത്ര തെറി കേട്ടാലും വീണ്ടും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഗഡ്സാണ്. ആ കഴിവ് എന്തായാലും ഞാൻ ഇന്റർവ്യൂവറിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്റർവ്യൂവർ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് സെലിബ്രിറ്റീസിന് ഇന്റർവ്യൂ ചെയ്യാനും അവരുടെ വായിലുള്ളത് കേൾക്കാനും ഇന്റർവ്യൂവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ എന്താ ഞാനിതിനൊക്കെ പറയാം. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.